മോനെ സുരേഷ്, നീ എവിടെ എന്ത് ചെയ്യാ? പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ അതിന് പകരം തുറന്നു വെക്കാണോ? ഈ ലോകത്തൊന്നും അല്ലേ നീ? ശരി, ബോക്സ് നന്നായിട്ട് പാക്ക് ചെയ്യേ. നമ്മുടെ പ്രിയപ്പെട്ട ഫാഷൻ ഡിസാസ്റ്റർ. കോളറിന്റെ സ്റ്റൈലിന് നോക്കി, ഇതും പുതിയ സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഇതങ്ങോട്ട് വെച്ചോ. സുരേഷ്, എന്താണോ കണ്ടില്ലേ ജോലി ചെയ്യുന്നത്? ഇനി എത്ര ഗിഫ്റ്റാ പാക്ക് ചെയ്യാനുള്ളത്? അത് പിന്നെ എന്താ അത്? വേഗം ജോലി. അത് കോളർ ഇങ്ങനെ പൊങ്ങിയിരുന്നോണ്ട് ശരിയാക്കിയതാ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും. എന്നെ കണ്ടിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്താ പിന്നെ അവരെന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ? അങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ലേ, സംശയം തോന്നും. ഇന്ന് കാണാൻ വളരെ ഹാൻസം ആയിട്ടുണ്ട്, അതാ നോക്കുന്നത്. ഇന്ന് കാണാനെന്ന് പറഞ്ഞാ എന്നും അങ്ങനെയല്ലേ? എന്നും അങ്ങനെ തന്നെയാ. നിങ്ങളുടെ രണ്ടുപേരും പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ പോകാം. ഇതൊക്കെ ചെയ്യാൻ ജീവിതം ബാക്കി കിടക്കല്ലേ? അമ്മേന്റെ ചെക്കന്റെ വീട്ടുകാര് വന്നു. അമ്മേ, അച്ഛമ്മേ, ആന്റി, വാ വാ വാ. അങ്ങനെ അത് ചെറുക്കന്റെ വീട്ടുകാർക്ക് സന്തോഷായി. ആഘോഷവും ബഹളവും ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി സെലിബ്രേഷൻ ആകാം. ബുൾബുൾ, എന്റെ കപ്പ് സിറപ്പില്ലേ വീട്ടിൽ? കപ്പ് സിറപ്പ്? മാധവി, സെലിബ്രേഷൻ ഒരു കപ്പ് സിറപ്പ് ഇല്ലാതെ എങ്ങനെ നടത്താനാ? കപ്പ് സിറപ്പ് സെലിബ്രേഷൻ, കപ്പ് സിറപ്പ് സെലിബ്രേഷൻ. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്, എല്ലാം നിനക്കുള്ളതാ. സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിന്റെ കല്യാണം നടന്ന് കാണുമ്പോൾ. പക്ഷെ കുറച്ച് സങ്കടമുണ്ട്. നീ നിന്റെ വീട്ടിലേക്ക് പോവല്ലേ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഏറ്റവും നല്ല കാര്യം എന്തുവാന്നറിയോ? ചെറുക്കൻ നല്ലവനാ. ഏറ്റവും നല്ല കാര്യം എന്തുവാന്നറിയോ? ചെറുക്കൻ നല്ലവനാ. നിന്നെ നല്ലതുപോലെ നോക്കുവോ? ചേട്ടാ, എന്നെ അമ്മ വിളിക്കുന്നു. അമ്മയോ? പക്ഷെ ഞാൻ കേട്ടില്ലല്ലോ. പക്ഷെ ഞാൻ കേട്ടല്ലോ. അതെ, നീ അരവിന്ദ പറ.
വേണ്ട വേണ്ട വേണ്ട, നീ ഒരു എക്സ്ക്യൂസും പറയണ്ട. എവിടെയാടാ നീ? ഓ, നിനക്ക് ഞാൻ ഇനി ഇൻവിറ്റേഷനും തരണോ അല്ലേ? എന്തുവാടാ ഇത്? നീ പറ. അത് സാരമില്ലടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. സുരേഷ് ഇവിടെ നിൽക്കാണോ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചു? നീ എന്നെ അന്വേഷിക്കായിരുന്നു? പിന്നല്ലാതെ. ഇന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതായിട്ട് കണ്ടതേ ഇല്ല. ഇന്ന് റിങ്ങും ഇല്ല, റോസും ഇല്ല. നിനക്കറിയാവല്ലോ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാ ഞാനും നിന്നെ തിരയുമായിരുന്നു. കള്ളം അല്ലല്ല സുരേഷ്, ഇന്ന് നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണമാണ്. ഐ മീൻ നമ്മുടെ രചനയുടെ കല്യാണമാണ്. ടുഡേസ് എ ബിഗ് ഡേ ഫോർ ഹർ. ഇന്ന് ഈ ഹാപ്പി ഒക്കേഷനിൽ സെലിബ്രേഷൻ ആയാലോ? ഈ സെലിബ്രേഷനിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ, ഉറപ്പായിട്ടും. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഉറപ്പായിട്ടും ചെയ്യാലോ? ആ, ഉറപ്പായിട്ടും. എന്നാ ഇത് കുടിക്കണം. ഞാനാ പറയുന്നത്. മാറ്റ് മാറ്റ്, ഞാൻ ഇതൊന്നും കുടിക്കാറില്ല. എനിക്ക് വേണ്ടി പ്ലീസ്. നമ്മൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ ആലോചിക്കുന്നതിനാ? നിങ്ങൾ എന്റെ ഫാമിലിയിൽ അംഗമാവണ്ടേ? വേണ്ടേ? വേണ്ടേ? ഞാനും അതന്നെ ആഗ്രഹിക്കുന്നേ. അച്ഛമ്മയുടെ കഫ്സിറപ്പ വേണ്ടെന്ന് പറയാൻ പാടില്ല. ഫാമിലി ഡ്രിങ്ക് ആണ്. ഇന്ന സുരേഷ്, കുടിക്ക കുടിക്ക. എന്താ ആലോചിക്കുന്ന? കുടിക്ക. കണ്ടോ കണ്ടോ? പ്ലീസ്, ഇതാരോടും പറയല്ലേ. ഞാൻ ആരോട് പറയാനാ? ഓ സുരേഷ്, നിങ്ങൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായോ? ഓണസ്റ്റ്ലി ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ ഷെയർ ചെയ്യാത്ത ഒരുപാട് ഫീലിംഗ്സ് ഉണ്ടെന്ന്. പക്ഷെ ഇന്ന് ആ ഫീലിംഗ്സ് ഒക്കെ ഷെയർ ചെയ്തേ പറ്റൂ. ഐ മീൻ, മനസ്സിലുള്ളത് നാവിലൂടെ പുറത്തു കൊണ്ടുവരണം. ചെയ്യൂലേ? എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യൂലേ? പ്ലീസ്. ആ ബുൾബുൾ, ഞാൻ ചെയ്യാം. വെരി ഗുഡ് യാ. ഐ മീൻ, എന്തൊരു ധൈര്യം നിങ്ങൾക്ക്. ഇന്നാണ് ആ അവസാന രാത്രി. സ്നേഹിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നക്ഷത്രങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്ന രാത്രി. ഇന്ന് ഇവരുടെ കാര്യവും ശരിയായ മതിയായിരുന്നു. ചേച്ചി, എന്താ പൂർണിമേ? ചേച്ചി സുരേഷ് വിളിക്കുന്നു. എന്തെന്ന്? എനിക്കിങ്ങനെ അറിയാനാ? എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് പറയാനാവും. വേഗം വാ. ഞാൻ മതി മതി. സുരേഷ്, ഇതും കൂടി കുടിച്ചേ പറ്റൂ. അച്ഛമ്മയുടെ കൗൺസിലർ. അയ്യോ, ഇത് കുടിച്ചേ പറ്റൂ. സെലിബ്രേഷൻ ഫിനിഷ് ഇറ്റ്. ഗുഡ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് കരുതിയത് അത് ഞാൻ ഇന്ന് പറയും. ആദ്യം ഇത് പറ. ഇപ്പൊ എന്താ തോന്നുന്നേ? തോന്നുന്നത് പറ. ബുൾബുൾ, 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 എനിക്ക് സ്നേഹം തോന്നുന്നു. വാവ് സുരേഷ്, ഫൈനലി നിങ്ങൾക്ക് ധൈര്യം വന്നു. മനസ്സിലുള്ളത് തുറന്ന് പറയുകയും ചെയ്തു. ആ, ഞാൻ എപ്പോഴേ പറയുമായിരുന്നു അത്. പക്ഷെ അത് ധൈര്യത്തിന്റെ പ്രശ്നമായിരുന്നു. പക്ഷെ ഇന്ന് നീ അമ്മമ്മയുടെ കഫ് സിറപ്പ് തന്നില്ലേ, അത് പറയിച്ചു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ടെറസിലേക്ക് പോവാം. അവിടെ ചെന്ന് എല്ലാം തുറന്ന് പറയാം. ഓക്കെ? എവിടെ നിന്ന് വേണമെങ്കിലും പറയാം. ടെറസിലോ റോഡിലോ എവിടെ വേണോന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ടെറസിലേക്ക് ചെല്ല്. ഞാൻ ദാ വരുന്നു. ഓക്കെ? ചെല്ല് ചെല്ല്. ഓ, ഒരു മിനിറ്റ്. ഓക്കെ, ചെല്ല്. യെസ്. ചേച്ചി അവിടെ.
ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേട്ടൻ വിളിക്കുന്നുണ്ടോ വരുന്നുണ്ടാവോ? ചേച്ചി ഇവിടെ നിക്കോണം. എത്ര നേരമായിട്ട് സുരേഷ് തിരക്കോ? ഇപ്പൊ ടെറസിലേക്ക് പോയിട്ടുണ്ട്. എന്തോ ഇമ്പോർട്ടന്റ് കാര്യം. ചെല്ല് വേഗം ചെല്ല്. യെസ്. ഈ സാരിന്റെ കളർ ഗ്ലാസിങ് തന്നെ. എന്തു പറ്റി? എന്താ? ഗസ് വാട്ട്? ഞാൻ പറഞ്ഞില്ലേ അവരുടെ പ്രേമം ഏറ്റു പറയിച്ച് അടങ്ങുമെന്ന്. കൊള്ളാം. അച്ഛമ്മേ സുരേഷും പ്രിയേച്ചും ടെറസിൽ ഒറ്റയ്ക്ക്. ഇന്നത്തെ ദിവസം കൂടി സന്തോഷമാക്കി. അതിനാ പറയുന്നത് ഇരട്ടി മധുരം. मुझसे यूं ही दूर हो तुम, आफताबी नूर हो तुम, मुझसे यूं ही दूर हो तुम. അയ്യോ സുരേഷ് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എത്തിയോ? ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഞാനിനി പറയാൻ പോകുന്നു. പ്ലീസ് അത് കേൾക്കാതെ ഇവിടുന്ന് പോരുത് പ്ലീസ്. ഇല്ല പറഞ്ഞോ. ഇന്ന് വരെ ഞാൻ പറയാൻ തുടങ്ങിയത് ഇന്ന് ഞാൻ തുറന്നു പറയും. അത് മനസ്സ് തുറന്നാ പറയുന്നത്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. I love you. I love you. നീ ലൈഫിൽ എനിക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റാ. പൊട്ടിപ്പോയ പൈപ്പ് ലൈനിനേക്കാളും അധികം ഇമ്പോർട്ടൻ്റ്. വഴിയിലെ ഈ ഗട്ടറുകളെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ്. രാവിലെ നിന്റെ മുഖം കാണാതെ എന്റെ ദിവസമേ തുടങ്ങത്തില്ല. രാത്രി ജനലിലൂടെ നിന്റെ മുഖം കാണുന്നതുവരെ എന്റെ ദിവസമേ അവസാനിക്കില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് നീ ഒന്നും പറയണ്ട. നീ കേട്ടാ മാത്രം മതി. ഇതൊക്കെ ഞാൻ ദിവസം റിഹേഴ്സൽ നടത്താറുണ്ട്. പക്ഷെ പറയാനുള്ള ധൈര്യം ഉണ്ടാകാറില്ല. നീ എന്റെ അടുത്തുള്ളപ്പോ ഞാൻ എല്ലാം മറന്നുപോകും. നീ എന്നിൽ നിന്ന് ദൂരെയാണെങ്കിൽ എനിക്ക് ഭയങ്കര വേദന. ഇവിടെ അത്രയും വേദന എനിക്ക് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് കാണുമ്പോൾ പോലും ഉണ്ടാകാറില്ല. ട്രാഫിക് സിഗ്നൽസ് ലംഘിക്കുമ്പോൾ പോലും ഉണ്ടാകാറില്ല. എനിക്ക് പറയാനുണ്ടായിരുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നുമില്ല. ഈ BMC-ക്കാര് ചവറ് വൃത്തിയാക്കിയാലും ഇല്ലെങ്കിലും, പിന്നെ ഈ മന്ത്രി പാവങ്ങൾക്ക് വീട് കൊടുത്താലും ഇല്ലെങ്കിലും എനിക്കെന്താ? എനിക്കിനി നിന്നെ മാത്രം നോക്കിയാൽ മതി. നിന്നെ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഒരിക്കലും കരുതിയില്ല നീ എന്തെങ്കിലും എന്നോട് എന്ന് പറയുന്നു. പക്ഷെ നീ വേറെ ആരോടെങ്കിലും എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് ചോദിക്കാം, നീ എന്നെ കല്യാണം കഴിക്കുമോ? നമ്മൾ കല്യാണം കഴിക്കും. പിന്നെ നമുക്ക് കുട്ടികളുണ്ടാവും. 1 2 അല്ല 3. അതെത്രയാന്ന് വെച്ചാല് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അനുവദിക്കുന്ന അത്രയും. വിൽ യു മാരി മീ? ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഈ ചേച്ചി എന്താ യെസ് പറയാത്തെ? യെസ്. സുരേഷ്
ഞാൻ നിങ്ങളോടൊപ്പം. സുരേഷ്, സുരേഷ് എന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സുരേഷ് കണ്ണുറക്ക്. എന്ത് പറ്റി? കണ്ണുറക്ക് സുരേഷ്. ഞാൻ പ്രിയയോടല്ലല്ലോ എല്ലാം പറഞ്ഞത് അല്ലേ? സുരേഷ്, 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 സുരേഷ് എഴുന്നേക്ക്. സുരേഷ്, ബുൾബുൾ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. സുരേഷ്, സുരേഷ്, സുരേഷ് ആയി ഓക്കെ? സുരേഷ്, സുരേഷ്, സുരേഷ് ഓക്കെ അല്ലേ? സുരേഷ് ആയി ഓക്കെ? ഞാൻ ബുൾബുളിനോട് തന്നെ എല്ലാം പറഞ്ഞത്. ആയി ഓക്കെ? അച്ഛമ്മയുടെ കഫ്സിറം എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ മോനെ ടെറസിലേക്ക് കൊണ്ടുപോയത്? നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഏത് കോലത്തിലാക്കിയെന്നറിയോ? മാധവി ചേച്ചി, പിള്ളേർ അതിനല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സുരേഷ് എങ്ങനെയെങ്കിലും പ്രിയയോട് മനസ്സിലുള്ളത് തുറന്നു പറയാൻ. അതുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അവന്റെ മനസ്സിലുള്ളത് പറയിക്കാൻ വേണ്ടി. ഇന്ന് എന്റെ മോളുടെ ചടങ്ങായിരുന്നു. ഏതെങ്കിലും വിധം ചെറുക്കന്റെ വീട്ടുകാരുടെ വല്ല സാധനം ഇവിടെ വെച്ച് മറന്നു പോയിരുന്നെങ്കിലോ, എന്നിട്ട് അത് അവര് തിരിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നെങ്കിലോ, അവരെന്ത് വിചാരിക്കും? അവന്റെ കോലം കണ്ട് പെണ്ണിന്റെ സഹോദരൻ കുടിയനാണെന്നോ? ഞാൻ അവർക്ക് എന്ത് മറുപടി കൊടുക്കും? നിങ്ങൾ പറയും. മാധവേച്ചി, ഞാൻ സമ്മതിക്കുന്നു തെറ്റുപറ്റിപ്പോയെന്ന്. പക്ഷേ തെറ്റ് തന്നെയാണ് സർലേച്ചി. അതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം നീ കാരണമല്ലേ ഉണ്ടായത്? ആന്റി, ഇതൊക്കെ എന്റെ നീ മിണ്ടരുത്. നീയല്ലേ തെറ്റ് ചെയ്തത്? നിനക്കതിനുള്ള ശിക്ഷ കിട്ടണം. ഇനി ജീവിതകാലം മുഴുവൻ നീ എന്റെ മോന്റെ ഭാര്യയായിട്ട് കൂടെ ജീവിക്കണം. നീ എന്റെ മരുമകളായിട്ട് എന്റെ വീട്ടിലേക്ക് വരണം. മനസ്സിലായോ? വരില്ലേ? നീ പേടിപ്പിച്ചല്ലോ അമ്മേ. എന്നെ ഒരു നിമിഷത്തേക്ക് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിച്ചു പോയോ? നിങ്ങളൊക്കെ എന്താ കരുതിയത്? നിങ്ങൾക്ക് മാത്രമേ പ്രാങ്ക് കാണിക്കാൻ പറ്റൂന്നോ? ഇങ്ങനെയുള്ള കാര്യത്തിലേ ഞാൻ നിങ്ങളുടെ അമ്മയാ. മാധവി എന്നാണ് പേര്. പിന്നെ ഞാൻ നിന്റെ അമ്മായിയമ്മയാവാൻ പോവാ. മോളെ, പെട്ടെന്ന് തയ്യാറായിക്കോ എന്റെ വീട്ടിലേക്ക് വരാൻ. സർലേച്ചി, എന്നോട് ക്ഷമിക്കേ പ്ലീസ്. ഒന്നും വിചാരിക്കല്ലേ ഞാൻ പറഞ്ഞത്. ഞാനൊരു തമാശ പറഞ്ഞതാ. സരളേച്ചി, കപ്പ് സിറപ്പ് കൂടാതെ ഇക്കാര്യം നടക്കുകയില്ലായിരുന്നു. നന്നായി, അവന് ധൈര്യം ഉണ്ടായല്ലോ ഇക്കാര്യം തുറന്നു പറയാനായിട്ട്. എന്റെ മനസ്സ് നിറഞ്ഞു. ശരിക്കും ഇങ്ങനെയൊക്കെ നടന്നത് നമ്മുടെ ഭാഗ്യ. അപ്പൊ സന്തോഷായില്ലേ? ഇനി സ്വന്തക്കാരാവാൻ തയ്യാറായിക്കൊള്ളൂ. അപ്പങ്ങനെ ചോദ്യവും പറച്ചിലും എല്ലാം കഴിഞ്ഞു. നമ്മുടെ പെണ്ണങ്ങനെ ചെറുക്കന് സ്വന്തം. അങ്ങനെ ദൈവമീനകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് അടിച്ചു പൊളിക്കാം. ഈ പെണ്ണുങ്ങളുടെ കാര്യം എല്ലാത്തിനും പാഠം പഠിപ്പിക്കണം. എന്തായിരുന്നു പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് നീയാണ്. പൊട്ടിയ പൈപ്പ് ലൈനേക്കാളും. BMC ചവർ വൃത്തിയാക്കിയാലോ ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. പ്ലീസ് എന്നെ വിട്. എനിക്ക് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. Will you marry me? ഒന്ന് പോയി. നിങ്ങളുടെ ഒക്കെ ഒരു കാര്യം
ഈ മുറി കിടക്കുന്ന കണ്ടില്ലേ എല്ലാം നിങ്ങളാ ചെയ്തത്. പറഞ്ഞ സ്നേഹം, ഞങ്ങൾ പറഞ്ഞ ദേഷ്യം. എന്റെ ചേച്ചി ദേഷ്യം വരുന്ന നോണയൊന്നും പറയണ്ട. എനിക്കറിയാം നിന്റെ മനസ്സിൽ ലഡു പൊട്ടിട്ടുണ്ടെന്ന്. ലഡു പിന്നെ അല്ലാതെ മുഖത്തേക്കൊന്ന് നോക്കിയേ, നാണിച്ച് ചുവന്ന് കൊടുക്കുന്നത്. നിങ്ങൾ ഈ തോന്നിയ ദിവസം നിർത്തിയേ. എന്നിട്ട് പറ, ആരാ സുരേഷിന് മദ്യം കൊടുത്തേ? ഇത്രയും വലിയ കാര്യം നിന്റെ കുഞ്ഞിനെയത്തല്ലാതെ വേറെ ആര് ചെയ്യാൻ? ബുൾബുൾ ചേച്ചി ബുൾബുൾ ചേട്ടനെ മദ്യം കുടിപ്പിച്ചില്ലായിരുന്നെങ്കിലേ ഇന്നും ചേച്ചിക്ക് പകരം കണ്ണാടിയെ തന്നെ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്നേനെ. ചേച്ചി, ഞാനാ പ്രിയെന്ന് കരുതി എന്റെ കയ്യിലും കയറി പിടിച്ചു. ഞാൻ പേടിച്ചു പോയി. റോസ് റിംഗും തന്നതുപോലെ ഇനി പ്രപ്പോസ് എങ്ങാനും കയറി ചെയ്യുമെന്ന്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു. അനിയത്തി വീട്ടുകാരിയായി മാറുമായിരുന്നു. ശരി ശരി, സുരേഷ് ഏട്ടൻ പ്രിയ ചേച്ചിയെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? അവിടെ ബോധം കെട്ട് കിടക്കല്ലേ? ചെല്ലു ചെല്ലു, ഇനിയിപ്പിച്ചോണ്ട് വാ. ഞാൻ എവിടെയും പോവില്ല. ആണോ? എങ്ങും പോയില്ലേ? എന്നാ ഓക്കെ, ഞാൻ പോയിക്കോളാം. ഇത്തവണ എന്റെ കയ്യിൽ എങ്ങാനും കയറി പിടിച്ചാ ഞാൻ തട്ടി മാറ്റില്ല കേട്ടോ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നിന്നെ ശരിയാക്ക ഞാൻ. मुझसे यूं ही दूर हो तुम, आफताबी नूर हो तुम, मुझसे यूं ही